Boche Gold and Diamonds. Buy now, pay later. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് നഗരസഭ മുൻ വൈസ് ചെയർമാൻ എസ് ശെൽവൻ. തെന്നടി ബസാർ വാർഡിൽ നിന്നാണ് മത്സരിക്കുകയെന്ന് ശെൽവൻ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമാന മനസ്സുള്ളവർ ഒരുമിച്ച് മുന്നണിയായി മത്സരിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയതായി ശെൽവൻ വിശദീകരിച്ചു. വിവിധ പാർട്ടികളിലെ അസംതൃപ്തർ ചേർന്ന് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. 5 പേരിൽ കൂടുതൽ മത്സര രംഗത്തുണ്ടായേക്കാം. സ്വാധീന ശക്തിയായാൽ പല വികസന പദ്ധതികളും നടപ്പാക്കാനാകും. കോൺഗ്രസ് ഒഴികെയുള്ള പാർട്ടികൾ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തണമെന്നായിരുന്നു ആഗ്രഹം. KPCCക്കോ DCCക്കോ പ്രശ്നമില്ല, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കാണ് പ്രശ്നം. ആരുടെയും പിന്തുണയില്ലാതെ ജയിക്കാനാകുമെന്നും ശെൽവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വിവരം പറയാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഒറ്റപ്പാലത്ത് കോൺഗ്രസിന്റെ അവസ്ഥ ഏറ്റവും ദയനീയ സ്ഥിതിയിലാണ്. അപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ എനിക്ക് പറഞ്ഞൊരു കാര്യമില്ല. അതെങ്ങനെ വെച്ചാൽ പാർട്ടി പൊക്കോട്ടെ. കോൺഗ്രസ് ചെയ്യില്ല. പിന്നെ അതിന് ഒരു വിഷയം ഉണ്ടാവാൻ കഴിയില്ല. കാരണം നേരാവണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ സമീപിക്കേണ്ട ആവശ്യമുള്ളൂ. കഴിഞ്ഞ 13 വർഷമായി ഞാൻ പുറത്താണ്. കോൺഗ്രസ് ഞങ്ങൾക്കെല്ലാം ഞാൻ കോൺഗ്രസിന്റെ ഏറ്റവും ഒറ്റപ്പാലത്ത് സുബ്രഹ്മണ്യം പ്രസിഡന്റ് ആകുമ്പോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, അന്ന് മുതൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. ഇതൊക്കെ ആയിട്ടും ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മളെ വിഷയത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അതിനുശേഷം ഈ പാർട്ടിയിൽ തിരിച്ച് എത്രയോ കാര്യങ്ങൾ ചെയ്ത ആളുകൾ ഇപ്പോൾ ഈ പാർട്ടിയിലുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെയ്തോട്ടെ നമ്മൾ നോക്കുന്നില്ല. നേരത്തെ DCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു ശെൽവൻ. ഒറ്റപ്പാലം നഗരസഭയിൽ UDF ജയിച്ച 2010-15 ഭരണസമിതിയിൽ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു. അക്കാലത്ത് കോൺഗ്രസിനെതിരെ അവിശ്വാസം കൊണ്ടുവരികയും ശെൽവൻ പിന്തുണയ്ക്കുകയും ചെയ്തു. CPM അവിശ്വാസം കൊണ്ടുവരികയും ശെൽവൻ പിന്തുണയ്ക്കുകയും ചെയ്തു. പിന്നീട് CPM പിന്തുണയോടെയാണ് 2012 വൈസ് ചെയർമാനായത്. 2014 അയോഗ്യനാക്കപ്പെട്ടതോടെ പദവി ഒഴിഞ്ഞു. 2020 തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ കണ്ണിയമ്പുറം തെരുവ് വാർഡിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒരു മാസത്തിന് ശേഷം BJP വിടുകയും ചെയ്തു. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. Dot View News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.